ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. രാഹുൽ ഗാന്ധിയുടെ വരവാണ് അതിൽ ഏറ്റവും പ്രധാനം. തീപ്പൊരി പ്രസംഗത്തിലൂടെ എന്നും മലയാളികളെയും രാജ്യത്തിലെ മൊത്തം ജനങ്ങളെയും അമ്പരപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മലയാളികളിലേക്ക് എത്തിയത് ഒരു പെൺശബ്ദത്തിലൂടെയാണ്. ആ ശബ്ദത്തിൻ്റെ ഉടമ ശ്രീ ജ്യോതി വിജയകുമാർ നമ്മുടെ കൂടൊപ്പമുണ്ട്. ഇപ്പോൾ ഒരുപാട് ട്രാൻസ്ലേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന രാഹുൽ ഗാന്ധിയൊപ്പം തന്നെ എങ്ങനെ കാണുന്നത്? രാഹുൽജിയുടെയും പ്രിയങ്കാജിയുടെയും കഴിഞ്ഞു വന്നപ്പം നല്ല സന്തോഷമുണ്ട്, നല്ലൊരു സംതൃപ്തിയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുമായിട്ടുള്ള ഒപ്പമുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ രാഹുൽജിയുടെ ആണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് 2011 ട്രാൻസ്ലേറ്റ് ചെയ്തത്, പിന്നെ 11 കഴിഞ്ഞിട്ട് 14 ചെയ്തു, പിന്നെ രാഹുൽജിയുടെ 17 പടയൊരുക്കത്തിന് വന്നപ്പോൾ ചെയ്തു, സോണിയാജിയുടെ 2016 ഇടയ്ക്ക് ചെയ്തു, പിന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം അദ്ദേഹം തൃശ്ശൂർ വന്നപ്പോൾ ചെയ്തിരുന്നു. അതൊരു ഫുൾ പ്രസംഗം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ 3 സ്റ്റേജിൽ ചെയ്തു. അതിൽ ശരിക്കും ഓരോ പ്രാവശ്യം കഴിയുമ്പോഴാ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ രാഹുൽജിയുടെ ഒരു ഇവല്യൂഷൻ, ഒരു ലീഡർ എന്ന രീതിയിൽ രാഹുൽജിയുടെ ഒരു ഇവല്യൂഷൻ, അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്കും പേഴ്സണലി ഈ ഇത്രയും വർഷങ്ങളിൽ രാഹുൽജിയുടെ ആശയങ്ങൾ എന്നെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും, പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുന്ന ഒരു എനർജി എക്സ്ചേഞ്ച് തോന്നും. അത് കുറച്ചുകൂടെ ഒരു നല്ല അനുഭവമായിട്ട് മാറുന്നുണ്ടൊരു. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ പ്രാവശ്യം ചെയ്തപ്പോൾ രാഹുൽജിയുടെ അടുത്തായിരുന്നു ഞാൻ നിന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, പിന്നെ ശരീരഭാഷ, അദ്ദേഹത്തിന് എന്ത് ഫീൽ ചെയ്യുന്നു, ആ എനർജി നമുക്ക് കുറച്ചുകൂടെ നേരെ അറിയാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ട്രാൻസ്ലേഷൻ ഒരു സ്വാഭാവികതയും ഒരു ഊർജ്ജമൊക്കെ വരും. അതാണ് രാഹുൽജിയുമായിട്ടുള്ള എക്സ്പീരിയൻസ്. പിന്നെ രാഹുൽജിയുടെ നമുക്ക് കുറേ നേരത്തെ പ്രസംഗങ്ങൾ ഉള്ളത് കൊണ്ട്, കാരണം അദ്ദേഹം ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പറയുന്ന കാര്യങ്ങൾ, ദേശീയ വിഷയങ്ങൾ ഏകദേശം 50% സാമ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഊഹിക്കാം അദ്ദേഹം എന്താ പറയുന്നത്, ഫിഗേഴ്സൊക്കെ നമുക്ക് നേരത്തെ അറിയാം. പക്ഷെ പ്രിയങ്കാജിയുടെ ചെയ്തപ്പോൾ ചലഞ്ചിങ് ആയിരുന്നു. കാരണം പ്രിയങ്കാജിയുടെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ലോങ് പൊളിറ്റിക്കൽ സ്പീച്ചാണ്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യത്തെ ട്രാൻസ്ലേറ്റഡ് സ്പീച്ചാണ്. അപ്പം അത് കുറച്ച് നീളമുള്ള സെൻറ്റൻസസ് ആണ്. നമുക്ക് നേരത്തെ വൊക്കാബുലറി അറിയില്ലായിരുന്നു, എന്ത് ആശയങ്ങളാണ് പറയാൻ പോകുന്നതെന്നൊരു ധാരണയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ചലഞ്ചിങ് ആയിരുന്നു ആദ്യത്തെ പ്രസംഗം. പിന്നെ രണ്ടാമത്തേതായപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് സ്റ്റൈല് മനസ്സിലായി. അപ്പോൾ അതനുസരിച്ച് മാറിയപ്പോഴത്തേക്കും രണ്ടാമത്തേതായപ്പോഴത്തേക്കും എളുപ്പമായി. രണ്ടുപേരും 2 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസാണ്. രണ്ടുപേരുടെയും ആശയങ്ങൾ സിമിലറാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന രീതി, രണ്ടുപേരുടെയും എക്സ്പ്രഷൻസിൻ്റെ രീതി, അതൊക്കെ വ്യത്യാസമാണ്. ഇത് നല്ല അനുഭവമാണ് ഇത് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ സോണിയാഗാന്ധിക്കൊപ്പം ചെയ്തു കഴിഞ്ഞു, രാഹുൽ ഗാന്ധിക്കൊപ്പം ചെയ്തു കഴിഞ്ഞു, പ്രിയങ്ക ഗാന്ധിക്കൊപ്പം കഴിഞ്ഞു. ഇനി 3 പേരും കൂടെ ഒരുമിച്ച് ഒരു അവസരം കിട്ടുകയാണ്. ഇതിൽ ആരുടെ ഒപ്പം പോകാനാണ്, ആരുടെ ട്രാൻസ്ലേഷൻ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്? അത് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം 3 പേരുടെയും നമ്മൾ അതിനോടങ്ങ് ട്യൂൺഡാവും. ഇപ്പോൾ സോണിയാജിയുടെ ഒരു പ്രസംഗമേ ചെയ്തിട്ടുള്ളൂ. അത് ACC പ്രസിഡൻ്റായിട്ട് കേരളത്തിൽ അവസാനം ഉണ്ടായിരുന്ന പ്രസംഗമാണ്. സോണിയാജി എഴുതിയാണ് പ്രസംഗം വായിക്കുക. പക്ഷെ അന്നത്തെ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൽ വളരെയധികം ഇമോഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു പറയുമ്പോൾ. ഇപ്പോൾ രാഹുൽജിയുടെ കൂടുതലും പേഴ്സണൽ അല്ല, പൊളിറ്റിക്കലാണ്. പിന്നെ അദ്ദേഹം ഇതിൽ ഫുൾ ടൈം ഇൻവോൾവ് ആയതുകൊണ്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, അധികം ഇമോഷണൽ അല്ല. പക്ഷേ വയനാട്ടിൽ തിരുവമ്പാടിയിൽ ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം കൂടുതലും വയനാടിനെ പറ്റിയാണ് സംസാരിച്ചത്. ഞാൻ നിങ്ങളുടെ സഹോദരനായി, മകനായി, സുഹൃത്തായി വരും, അവിടെ ഒരു ഇമോഷണൽ എലമെൻ്റ് ഉണ്ടായിരുന്നു. പ്രിയങ്കാജിയുടെയും എനിക്കൊരു പ്രത്യേകത തോന്നിയത്, ആദ്യം കുറച്ച് രാഷ്ട്രീയം പറഞ്ഞെങ്കിലും മുഴുവൻ എൻ്റെ സഹോദരൻ, അങ്ങനെ ആ ഒരു എൻ്റെ ബ്രദറിനോടുള്ള ഒരു സ്നേഹം, അതായിരുന്നു. അപ്പോൾ ഈ ഒരു ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ 3 പേരുടെയും വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ രാഹുൽജിയുടെ പ്രസംഗം ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമാണ് പ്രിയങ്കാജി വന്നത്. 17 പോയി. അപ്പം 2 ദിവസം ഞാൻ കംപ്ലീറ്റ് രാഹുൽജിയുടെ പ്രസംഗം കാണുന്നത് മാറ്റി. നമ്മളുടെ മനസ്സ് വീണ്ടും അടുത്ത വ്യക്തിയോട് ട്യൂൺഡ് ആവണം.
പിന്നെ 2 ദിവസം പ്രിയങ്കാജിയുടെ പ്രസംഗങ്ങൾ ഹിന്ദി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് അവൈലബിളായി വീഡിയോ കണ്ടപ്പോൾ എനിക്ക് 3 പേരിൽ ആരെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ എളുപ്പം ചെയ്യാൻ രാഹുൽജിയുടെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മുമ്പ് അവൈലബിളാണ്. പിന്നെ നമ്മളത് കേട്ട് അങ്ങ് ശീലിച്ച് ഇപ്പം പ്രിയങ്കാജിയുടെ ഒരു കുറച്ച് 1-2 വർഷം ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും. അതുകൊണ്ട് ഒരാളുടെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് കൂടുതൽ ശീലം രാഹുൽജിയുടെയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രസംഗം പരിഭാഷ നടത്തിയ ഒരു ജ്യോതി വിജയകുമാറിനെയാണ്. ഇതല്ലാതെ എന്താണ്? ശരിക്കും ഞാൻ കുറേ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് ഒരു ജൂനിയർ ലോയറാണ്. തിരുവനന്തപുരത്ത് മഞ്ചൂർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സിവിൽ സർവീസിൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സോഷ്യോളജിയാണ് പഠിപ്പിക്കുന്നത്. ദൂരദർശനിൽ ആങ്കറിങ് ഇൻ്റർവ്യൂസ് കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ജേർണലിസ്റ്റ് ആയിരുന്നു. കുറേ വർഷം കോപ്പി എഡിറ്റിംഗ്, കോണ്ടൻറ് എഡിറ്റിംഗ്, കോണ്ടൻറ് റൈറ്റിംഗ്. പിന്നെ IT ഫീൽഡിൽ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് UST ഗ്ലോബലിൽ. അങ്ങനെയാണ് എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ മാർവാനിയസിലെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സണൊക്കെ ആയിരുന്നു. ഇനി എന്നാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്? അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. എന്തെങ്കിലും ജീവിതം ഇങ്ങനെ സംഭവിക്കുന്ന എന്താണോ അതിൻ്റെ കൂടെ പോകാറേ ഉള്ളൂ. അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ല. അത് സംഭവിക്കട്ടെ എന്നേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് അടുത്ത സ്വപ്നങ്ങളൊക്കെ? അങ്ങനെ സ്വപ്നങ്ങളും ഇല്ല. എന്ന് വെച്ചാൽ രാഹുൽജീൻ്റെ എന്താ പറയുക, നമ്മൾ ഓരോ പ്രാവശ്യം രാഹുൽജീനെയും ഒക്കെ കാണുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഒത്തിരി പഠിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് എനിക്കിപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ്. അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഭയങ്കരമായിട്ട് രാഹുൽജി. അതായത് ഇന്ത്യ ഒന്നാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദമാണ് പ്രധാനം. പ്രിയങ്കാജി പറയുന്നത് ജനങ്ങളുടേതാണ് അധികാരം, എല്ലാവർക്കും പ്രാധാന്യം ഉണ്ടാകണം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷനാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇതാണ്. അതുപോലെ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കണം, നെഗറ്റിവിറ്റി അവിടെ ഉണ്ടാവില്ല, നിങ്ങളെ എതിർക്കുന്നവർക്കും സ്പേസ് വേണം. ഇതൊക്കെ ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ. അപ്പം എൻ്റെ രീതിയിൽ ഈ ഒരു പൊളിറ്റിക്സിനൊക്കെ നമുക്ക് എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെ നമ്മളതിൻ്റെ ഒരു ഭാഗമാകുക, അങ്ങനെയൊക്കെ ഇല്ലാണ്ട് എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നുമില്ല. ഇപ്പോൾ പ്രിയങ്കാജീൻ്റെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നതേ അല്ല. അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. പത്തനാപുരത്തെയും തിരുവനന്തപുരത്തായിരുന്നു നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്തത് ചെയ്യണമെന്ന്. മറ്റതൊക്കെ അതിൻ്റെ പിറകെ അങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയിരുന്ന പിന്നെ PJ കുര്യൻ സാർ വരെ പരാജയപ്പെട്ടെടുത്താണ് ജ്യോതി വിജയകുമാർ വളരെ വലിയ സംഭവമായി തോന്നി. അല്ല, അതിൽ വലിയൊരു കാരണമുണ്ട്. അത് ഒരു ട്രാൻസ്ലേഷൻ്റെ വിജയം ഒരു വ്യക്തിയുടെ മികവ് മാത്രമല്ല, അതൊരു ചെറിയ ഭാഗം മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ശബ്ദ സംവിധാനമാണ്. സ്റ്റേജിൽ SPG ഉള്ളപ്പോൾ SPG വന്നിട്ട് പലപ്പോഴും ഫീഡ്ബാക്ക് മോണിറ്റേഴ്സ് പുറത്തേക്ക് വെക്കും. അപ്പോൾ പ്രസംഗിക്കുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിന് പരിഭാഷകനോ ഒരിക്കലും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഫോണിൻ്റെ റേഞ്ച് ഇല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഫോണിൽ കൂടെ കേൾക്കും? ഒരു വാക്കിൻ്റെ പകുതി കേൾക്കും, ഒരു വാചകത്തിൻ്റെ പകുതി. എനിക്കിതേ അബദ്ധം പറ്റിയിട്ടുണ്ട്. 2017 രാഹുൽജി പടയൊരുക്കത്തിന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ വലിയ സ്റ്റേജായിരുന്നു, സ്റ്റേജിന് കുറേ ദൂരെയായിരുന്നു. അന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ എനിക്ക് തുടക്കത്തിലേ കേൾക്കാൻ പറ്റില്ല. അതൊരു വലിയ വളരെ ബുദ്ധിമുട്ടിയാണ് ആ പ്രസംഗം ഒന്ന് പൂർത്തിയാക്കി. അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമുക്കൊരു ഇമോഷനൊന്നും അതിൽ വരില്ല. എങ്ങനെയെങ്കിലും തെറ്റുകൂടാതെ പറയണമെന്ന്. എന്നിട്ടും എനിക്ക് ഒരു വാക്ക് തെറ്റി, ഒരു ഫിഗർ തെറ്റി. അപ്പം അന്ന് വളരെ സ്ട്രെയിൻഡായിരുന്നു. അതിനുശേഷം അങ്ങനൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് അതിനുശേഷം എല്ലാ ട്രാൻസ്ലേഷൻ നടക്കുമ്പോഴും വേദിയിൽ നേരത്തെ പോയി പല പ്രാവശ്യം നിന്ന് ചെക്ക് ചെയ്ത് മൈക്കിൻ്റെ പൊസിഷൻ കറക്റ്റാണോ കേൾക്കുന്നുണ്ട്. പത്തനാപുരത്ത് നമ്മളൊരു 1/4 മണിക്കൂർ ചെയ്തിട്ടാണ് ശരി. പത്തനംതിട്ടയിൽ അത് പറ്റിയില്ല, ശബ്ദത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1-2 സെൻറ്റൻസ് കേൾക്കാതാവുമ്പോൾ പിന്നെ നമ്മളെ കോൺഫിഡൻസ് പോകും. അങ്ങനെ പറ്റിയതാണ്. അതൊരു വ്യക്തിയുടെ പിഴവല്ല, അവിടുത്തെ ആ സംവിധാനം നമ്മൾ ചിലപ്പോൾ. പക്ഷേ എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ പോകുമ്പോൾ എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഓടിക്കയറി ആ സമയത്തേക്ക് ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ തിരക്കുള്ള ആളുകളാണ് ട്രാൻസ്ലേറ്റേഴ്സ് എങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും നമ്മൾ പലപ്പോഴും ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതും മനസ്സിലാക്കണം. ശബ്ദം ശരിയല്ലെങ്കിൽ ഒരാൾക്ക് കേൾക്കാൻ പറ്റില്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, ഇങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയാണ് ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയത്? അത് എന്താ വെച്ചാൽ ഒരു ദിവസം രാഹുൽജിയുടെ പ്രസംഗം ഇങ്ങനെ ടി വി കേട്ടപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പറഞ്ഞു, അയ്യോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. പൊതുവേ എനിക്ക് ഭാഷയോട് മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പം രണ്ട് ഭാഷയോടും ഒരു താല്പര്യമുണ്ട്. നല്ല സെൻറ്റൻസസും നല്ല വാക്കുകളൊക്കെ കാണുമ്പോൾ എഴുതാനും വായിക്കാനും ഒക്കെ ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ സമയമായിരുന്നു, രാഹുൽജി ചെങ്ങന്നൂർ വരണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ പൊളിറ്റിക്സിൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അച്ഛനടുത്ത് ചോദിച്ചു, അച്ഛൻ അങ്ങനെ ആളെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്നും പറയണേ, എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അച്ഛന് പോലും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അന്നൊരു ധൈര്യത്തിൽ ചെയ്തത്, പാർട്ടിയോട് പറഞ്ഞപ്പോൾ പാർട്ടി സമ്മതിച്ചു, അങ്ങനെ ഒരു ധൈര്യത്തിൽ ചെയ്തതാണ്. ഇപ്പോൾ വലിയ നേതാക്കന്മാരൊപ്പമാണ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി. എങ്ങനെയാണ് ഇവരൊപ്പമുള്ള നിമിഷങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങനെയില്ല, ഞാനൊരു ട്രാൻസ്ലേറ്റർ മാത്രമല്ലേ. ആശയങ്ങൾ അവരുടെ വ്യക്തിത്വം, അവരുടെ വാക്കുകൾ അത് ജനങ്ങളിൽ എത്തിക്കാനുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് ഞാൻ അവിടെ. അപ്പോൾ അതിലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമമാണ്. അവർക്ക് നമ്മുടെ ഭാഷ അറിയാത്തതുകൊണ്ട് അങ്ങനെ മാത്രമേ. പിന്നെ ഈ ഇത്രയും ഇവോൾവ് ആയിട്ടുള്ള മനുഷ്യർ, അവർ ശരിക്കും പറഞ്ഞാൽ ഈ അവരുടെ പെരുമാറ്റം അതൊക്കെ ഒത്തിരി പഠിക്കാനുള്ള. ഇപ്പോൾ രാഹുൽജി നമുക്ക് ട്രാൻസ്ലേഷൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്ന രീതി രാഹുൽജി വളരെ കൺസേൺഡാണ്. ഇപ്പോൾ പ്രിയങ്കജി ചിലപ്പോൾ ഞാൻ നിർത്തുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഉടനെ രണ്ടുപേരും പല പ്രാവശ്യം സോറി പറയും, ചിലപ്പോൾ ഞാൻ സോറി പറയും. നമ്മൾ ആ ഒരു മനുഷ്യരോട് ഇടപെടുന്ന രീതിയൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട്. കാരണം അത്ര കൺസേൺഡാണ്, കെയറിങ് ആണ്, വളരെ ഹമ്പിളാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരോടത്തും പോയി ചോദിക്കും, ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ തിരിച്ചവർ പ്രതികരിക്കുന്ന രീതി, അങ്ങനെ ഒത്തിരി നമുക്ക് പഠിക്കും. വേറൊരു ലെവൽ ഓഫ് എനർജിയാണ് നമുക്ക്. അവരുടെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഈ രാജ്യത്തെക്കുറിച്ച് മുഴുവനായിരിക്കും നമ്മുടെ മനസ്സിലൊരു ചിന്ത. സാധാരണ ജനങ്ങളെക്കുറിച്ചായിരിക്കും. നമ്മുടെ ചിന്തകളെയൊക്കെ വളരെ വേറൊരു തലത്തിലേക്ക് ഉയർത്താനുള്ളൊരു കപ്പാസിറ്റി അവരുടെ ഒക്കെ സാന്നിധ്യത്തിനുണ്ട്. നമുക്ക് അതൊരു വലിയ അനുഭവമാണ്. അങ്ങനെ അമ്മയുടെ പ്രസംഗമൊക്കെ കാണാറുണ്ടോ ടി വിയിൽ? ആരുടെ പ്രസംഗം, ആരുടെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഇഷ്ടപ്പെട്ടത്? അമ്മയുടെ. ആരുടെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇഷ്ടപ്പെട്ടത്? പ്രിയങ്കാന്തിയുടെ. പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? അത് ആദ്യമായിട്ട് രാഹുൽജിയോട് നേരത്തെയൊക്കെ പോയി ചോദിക്കാനൊരു മടി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സോണിയാജിയാണ് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സോണിയാജി വലിയ ഇമോഷണലായിരുന്നു. അപ്പോൾ ആ ഇമോഷൻ ആളുകളിൽ കൺവേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് സോണിയാജി നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ രാഹുൽജി തൃശ്ശൂർ വന്നപ്പോഴാണ് എനിക്ക് പോയി ചോദിക്കാനുള്ളൊരു ധൈര്യം കിട്ടിയത്. അന്ന് വെരി ഗുഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടുത്തെ മൂന്നാമത്തെ ട്രാൻസ്ലേഷനും കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു ഫോട്ടോയൊക്കെ കൂടെ എടുത്ത് ചോദിച്ചപ്പം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ട്രാൻസ്ലേഷൻസ് വലിയ ഇഷ്ടമാണ്, ഐ ലൈക്ക് യുവർ ട്രാൻസ്ലേഷൻസ് വെരി മച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തത് പ്രിയങ്കജിയോട് ഞാൻ ആദ്യത്തേത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു, പുള്ളിക്കാരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടപ്പോൾ പറ്റുമോ നമുക്ക് നോക്കാം, മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം കണ്ടപ്പോൾ ചോദിച്ചു, എനിക്ക് പറഞ്ഞു നിങ്ങളുടെ ഭാഷ എനിക്ക് അറിയില്ലല്ലോ, നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ട്രാൻസ്ലേഷൻ കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു വളരെ നന്നായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇവർ മൂന്നുപേരും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവർ മൂന്നുപേരും വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് പ്രത്യേകം പറയേണ്ടത് എന്താ പറയുക, പ്രിയങ്കാജി തരുന്നൊരു എനർജി ഉണ്ട്. രാഹുൽജി ശ്രദ്ധിക്കും, നമ്മൾ നോക്കും, നമ്മൾ കംഫർട്ടബിളാണ്. പ്രിയങ്കാജി നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അത് നമുക്ക് വലിയൊരു. അപ്പോൾ ഈ പ്രാവശ്യം ചെയ്ത രണ്ട് ട്രാൻസ്ലേഷൻ രണ്ടുപേരോടത്ത് കുറച്ചുകൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അതും കൂടെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരും അത് ഇൻവോൾവ് ആണ്, അവരും അത് എൻജോയ് ചെയ്യണമെന്നൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇനിയും ഇത്തരം അവസരങ്ങളൊക്കെ കിട്ടിയാൽ സ്വീകരിക്കാൻ തന്നെയാണോ തീരുമാനം? അങ്ങനെയല്ല, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്നാമത് ഭാഷ ഇഷ്ടമാണ്, ട്രാൻസ്ലേഷൻ ഇഷ്ടമാണ്, പിന്നെ ഈ വ്യക്തികളെ ഭയങ്കര ഇഷ്ടമാണ്. രാഹുൽജി, പ്രിയങ്കാജി അവരുടെ ഐഡിയാസിന് വലിയ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം, എൻ്റെ പാർട്ടിയോടുള്ള സ്നേഹം,
ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു അവസരം പാർട്ടി നേതൃത്വം ചെയ്യണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു എന്താ പറയുക, എനിക്കതിനുള്ള ശബ്ദവും അതിനുള്ള ഇതൊക്കെ ആ സമയത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. How many people in this crowd can say yes, Narendra Modi has given me a job? ഈ ജനക്കൂട്ടത്തിലിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ സാധിക്കും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്കൊരു ജോലി നൽകിയിട്ടുണ്ടെന്ന്? So the promises he made to you, he has not fulfilled. അതായത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനം പോലും അദ്ദേഹം ഇതുവരെ പാലിച്ചിട്ടില്ല. But Anil